നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റി വീണ്ടും അഴിമതിയിലേക്ക് നീങ്ങുകയാണെന്ന് സമരസമിതി. 1995 മുതൽ സംഘത്തിന്റെ ഭരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ 2023 വരെ 56 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയതെന്ന ആരോപണം. ആകെ നടന്ന അഴിമതിയിൽ 40 കോടി രൂപയോളം ഭരണസമിതി അംഗങ്ങളും അവരുടെ വ്യാജന്മാരും എടുത്തിട്ടുള്ള ലോണുകളും ചിട്ടികളും മറ്റ് സ്കീം ലോണുകളുമാണ്. ഇതിൽ KPCC മുതൽ മണ്ഡലം വരെയുള്ള കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന് സമരസമിതി ആരോപിച്ചു. ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റി വീണ്ടും അഴിമതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1995 മുതൽ ഈ സൊസൈറ്റിയുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസും ക്രൈംബ്രാഞ്ചും ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും സാമ്പത്തിക തിരിമറിവുകളും നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെയും കേസെടുക്കുകയും ആ കേസിൻ്റെ ഫലമായി അംഗങ്ങളെ ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭയമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വാങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നേതാക്കളിപ്പോൾ ഈ സ്വതന്ത്രമായി നടക്കുന്നുണ്ട്. അഴിമതിക്കാർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തെങ്കിലും അറസ്റ്റ് ഒഴിവാക്കാൻ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഇവർ. 2023 പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിരുന്നു. എന്നാൽ ഇവർ തകർന്നുപോയ ഈ സൊസൈറ്റിയിൽ നിന്നും പ്രസിഡന്റിന്റെ ഭാര്യയുടെയും മകന്റെയും പേരിൽ ലോൺ എടുക്കുകയാണ് ആദ്യം ചെയ്തത്. കൂടാതെ 4 ബോർഡ് അംഗങ്ങളും ലോൺ എടുത്തിട്ടുണ്ട്. 2 വർഷമായി സംഘത്തിൽ യാതൊരുവിധ ബിസിനസ്സുകളും നടക്കുന്നില്ലെങ്കിലും സിറ്റിംഗ് ഫീസ് എടുക്കുന്നതിനും ഹോണറേറ്റിയം എടുക്കുന്നതിനും ഭരണസമിതി യാതൊരുവിധ പിശുക്കും കാണിക്കുന്നില്ല. ഇക്കാലയളവിൽ ജീവനക്കാർ 38 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ നിക്ഷേപകർക്ക് പണം നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്കും മകൾക്കും പലിശ ഇനത്തിൽ 6 ലക്ഷം രൂപയുടെ ഇളവ് ചെയ്ത് കൊടുത്തതായും ഭരണസമിതി ആരോപിച്ചു. പലർക്കായി 12 ലക്ഷം രൂപയുടെ പലിശ ഇളവ് നൽകി 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഈ ഭരണസമിതി ഉണ്ടാക്കിയത്. തകർന്നുപോയ ഡീലേഴ്സ് സൊസൈറ്റിയെ ഇപ്പോഴത്തെ ഭരണസമിതിയും പണമുണ്ടാക്കാനുള്ള ഉപാധിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. പാവപ്പെട്ട നിക്ഷേപകരുടെ പണം അടിച്ചുമാറ്റുന്ന ഭരണസമിതി രാജിവെച്ച ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി അഡ്മിനിസ്ട്രേറ്ററായി അധികാരം ഏറ്റെടുക്കണം. നെടുങ്കണ്ടത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാർ നിയമവിരുദ്ധമായി ഭരണസമിതിയെ സഹായിക്കുകയാണെന്നും ഇയാൾക്കെതിരെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും സമരസമിതി രക്ഷാധികാരി ജെയിംസ് കത്തിലാങ്കൽ, കൺവീനർ PK സുകുമാരൻ, നിക്ഷേപകർ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.